ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാനായിട്ട് അമേരിക്കയുടെ ഒരു രഹസ്യ ഓപ്പറേഷൻ നടന്നുവെന്നും അത് പാളിപ്പോയെന്നുള്ള ചില അണിയറ വർത്തമാനമുണ്ട്. വാസ്തവമുണ്ടോ? അണിയറ വർത്തമാനമല്ല, അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിന് വെറുതെ പറയുന്നതല്ല. ഓഗസ്റ്റ് 31 ഡാക്ക, ബംഗ്ലാദേശിലെ തലസ്ഥാനമായ ഡാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിലെ റൂം നമ്പർ 808. ഈ 808 നമ്പർ മുറിയിൽ ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നു. ആ മരിച്ച ആളുടെ പേര് ടെറൻസ് ആർവെല്ലി ജാക്സൺ, 50 വയസ്സുണ്ട്. ടെറൻസ് ആർവെല്ലി ജാക്സൺ എന്ന് പറഞ്ഞാൽ വെറും ഒരു അമേരിക്കക്കാരനല്ല. അയാൾ അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസിൻ്റെ സീനിയർ മേധാവിയാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ US ആർമി സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഇൻസ്പെക്ടർ ജനറലാണ്. ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ പദവിയിലുള്ള ആളാണ് ഈ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച വാർത്ത ഹോട്ടൽ അധികൃതർ പോലീസിൽ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ എംബസിയിലെ ആളുകൾ പോലീസ് അവിടെ എത്തും മുമ്പ് തന്നെ വെസ്റ്റിൻ ഹോട്ടലിലെത്തിയിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഈ മുറിക്ക് കാവൽ നിന്നു. എന്നിട്ട് ബംഗ്ലാദേശ് പോലീസിനോട് പറഞ്ഞ് അകത്ത് കയറിപ്പോകരുത് മാത്രമല്ല, ബംഗ്ലാദേശി ഒരു മൃതദേഹം കിട്ടിയാൽ പോസ്റ്റ്മോർട്ടം ഒക്കെ പിന്നീട്, മൃതദേഹം കിട്ടിയാൽ ദേഹപരിശോധന ഓട്ടോപ്സി നടത്താൻ പാടില്ല. എന്നിട്ട് അമേരിക്കൻ എംബസിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ 808 നമ്പർ മുറിയിൽ കയറി ഈ മൃതദേഹം എടുത്തുകൊണ്ട് നേരെ അമേരിക്കൻ എംബസിയിൽ പോയി. എന്നിട്ട് ഡാക്ക വിമാനത്താവളത്തിൽ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ നേരെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അമേരിക്ക എന്തിനാണ് അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ മേധാവി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടപ്പോൾ ദേഹപരിശോധന പോലും നടത്തരുത് എന്ന് പറഞ്ഞ് ശടിച്ച് വിരട്ടി ഭീഷണിപ്പെടുത്തി, ബംഗ്ലാദേശി അധികൃതരെ ഭീഷണിപ്പെടുത്തി ഈ മൃതദേഹം കൊണ്ടുപോയത് എന്നാണ് ചോദ്യം. അതൊന്ന്. ഇത് മാത്രമല്ല, അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻസ് മേധാവി ഡാക്കയിലുണ്ടാവുന്നു. ഡാക്കയിൽ അയാൾ ഈ ഹോട്ടലിൽ മുറിയെടുത്ത ഓഗസ്റ്റ് 29 ഇത് അമേരിക്കയിലെ നോർത്ത് കരോലിന സ്വദേശിയാണ് ഈ ടെറൻസ് ആർവെല്ലി ജാക്സൺ. ഇയാൾ എന്തിനാണ് വന്നത് നോക്കുമ്പോൾ യാത്രാരേഖകളിൽ കാണുന്ന ബിസിനസ് ട്രിപ്പാണ്. അമേരിക്കയിലെ ഒരു സൈനിക സ്പെഷ്യൽ, നമ്മുടെ ഈ NSG SPG എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ ആക്ഷൻസ് നടത്തുന്ന ഒരു സേനയുടെ മേധാവി എന്ത് ബിസിനസ്സാണ് ഡാക്കയിൽ നടത്തുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിന് തൊട്ട് മുമ്പ് ഇന്ത്യ വിരുദ്ധനെന്ന് പരക്കെ അറിയപ്പെടുന്ന പീറ്റർ ഹാസ് എന്ന് പറയുന്ന മുൻ അമേരിക്കൻ അംബാസഡർ ഇതേ സമയത്ത് ഡാക്കയിലുണ്ടായിരുന്നു. പലതവണ ഇയാൾ അമേരിക്കയിൽ, ഏതാണ്ട് 6 തവണ തുടർച്ചയായി ഇയാൾ അമേരിക്കയിൽ നിന്ന് ഡാക്കയിൽ വന്നിരുന്നു. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5 ഇയാൾ കോക്സ് ബസാർ, ബംഗ്ലാദേശിലെ പ്രസിദ്ധമായ കോക്സ് ബസാറിൽ വെച്ച് നാഷണൽ കോർഡിനേഷൻ ഫോറം എന്ന് പറയുന്ന സംഘടനാ നേതാക്കളുമായി ചില ചർച്ചകൾ നടത്തി. ഈ നാഷണൽ കോർഡിനേഷൻ ഫോറം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഈ കലാപമുണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. അവരുമായിട്ട് ചില മീറ്റിംഗ് നടന്നു. ഈ പീറ്റർ ഹാസ് ടെറൻസ് ആർവെല്ലി ജാക്സണുമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇതൊരു വല്ലാത്ത ദുരൂഹതയാണ്. എന്തുകൊണ്ട് ഇയാൾ അവിടെ വന്നു? സംഭവങ്ങൾ യാദൃശ്ചികമല്ല. ഇത് മാത്രമല്ല, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഇത് കൃത്യമായി ഇയാളുടെ അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലിൻ്റെ മേധാവി ഡാക്കയിൽ വന്നതിനെക്കുറിച്ച് നമ്മുടെ ഇൻ്റലിജൻസിന് കൃത്യമായി വിവരമുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ഇയാൾ മരിച്ച നിലയിൽ, കൊല്ലപ്പെട്ടോന്ന് ഞാൻ പറയുന്നില്ല, മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കാണുന്നത് ഓഗസ്റ്റ് 31 അമേരിക്ക വളരെ ചങ്കിഴുപ്പോടെ നോക്കി നിന്ന ഒരു ഡേറ്റാണ്. അന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് ചൈനയിലെത്തുന്നത്. അവിടെ പുടിനുണ്ട്, ഷീയുണ്ട്. അമേരിക്കയ്ക്കെതിരെ ശരിക്കും ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഫോക്കസ് ഇതോടെ അമേരിക്ക വിരുദ്ധമായിരുന്നു. താരിഫിൻ്റെ പേരിൽ ഇന്ത്യയും ബ്രിക്സ് രാജ്യങ്ങളെയും റഷ്യയും ചൈനയും ഒക്കെ വിരട്ടുന്ന അമേരിക്കയുടെ നയത്തിനെതിരെ വളരെ തന്ത്രപ്രധാനമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും തീരുമാനങ്ങളും ഉണ്ടായി വരാൻ പോവുകയാണ് ടിയാൻജിനിൽ നടന്ന ഈ ഷാങ്ഹായ് ഉച്ചകോടി. ആ ഉച്ചകോടി നടക്കുന്ന അതേ ദിവസമാണ് ഈ ഹോട്ടൽ മുറിയിൽ ഇയാൾ കൊല്ലപ്പെട്ടതിൽ കാണുന്നത്. ഇനി മാത്രമല്ല, അതിനുശേഷം വളരെ പ്രശസ്തമായ ഒരു ചിത്രം വന്നു. അതായത് പുട്ടിൻ്റെ കാറിനുള്ളിൽ മോദിയിരിക്കുന്നു. റഷ്യൻ നിർമ്മിത ഔറസ് എന്ന് പറഞ്ഞ കാർ, അതായത് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചാൽ പോലും തകർക്കാൻ പറ്റാത്ത, അതിശയോക്തിയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ബുള്ളറ്റ് പ്രൂഫാണ്, ഗ്രനേഡ് ആക്രമണം ഏൽക്കില്ല, അതിനകത്ത് ഓക്സിജൻ സപ്ലൈ ഉൾപ്പെടെ വേണ്ടി വന്നാൽ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്ന കാറാണ് ഔറസ്. ഈ ഔറസ് കാറ്
മോസ്കോയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുട്ടിന് സഞ്ചരിക്കാൻ വേണ്ടി. ഈ ഔറസ് കാർ പുട്ടിനും മോദിയും തമ്മിൽ കാണുന്ന വേദിയിലേക്കുള്ള ദൂരം 5 മിനിറ്റ് ദൂരമാണ്. പക്ഷെ മോദി വരാൻ വേണ്ടി 10 മിനിറ്റ് കാറിനകത്ത് പുട്ടിൻ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. അതായത് നോക്കൂ, 5 മിനിറ്റ് പോയാൽ ഈ യോഗം നടക്കുന്നിടത്ത് പുട്ടിന് ഒറ്റയ്ക്ക് പോയാൽ മോദിക്ക് ഒറ്റയ്ക്ക് പോകാം. പക്ഷെ മോദി വരട്ടെ എന്ന് പറഞ്ഞ് കാറിനകത്ത് കയറി 10 മിനിറ്റ് ആകെ സഞ്ചരിക്കേണ്ട യാത്രാ ദൂരത്തേക്കാൾ കൂടിയ സമയം അല്ലെങ്കിൽ ഇരട്ടി സമയം പുട്ടിൻ കാത്തിരുന്നു. എന്നിട്ടോ കാറിനകത്ത് കയറി ഇവർ 45 മിനിറ്റ് സംസാരിച്ചു. അതിന് പരിഭാഷകരുണ്ടായിരുന്നില്ല. പരിഭാഷകരുണ്ടാകാതെ എങ്ങനെ സംസാരിക്കും എന്നൊരു ചോദ്യം വരാം. അപ്പോൾ അതിന് സ്വാഭാവികമായി 2 മാർഗ്ഗങ്ങൾ. ഒന്ന്, 2 പേർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷം ഉണ്ണിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു റീലിൽ ഞാൻ കണ്ടു. അതായത് ഉണ്ണി പറയുകയാണ്, ഉണ്ണി ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, BJP നേതാവ് എന്ന നിലയിൽ മോദി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് മോദിയെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അവർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരെയൊക്കെ കാണാൻ ശ്രമിക്കും. അവരെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ചോയ്സ് മോദി എന്നും പറഞ്ഞ് ലാസ്റ്റ് ചോയ്സാണ്, മോദിയെ പോയി കാണും. അങ്ങനെ മോദിയായിട്ട് സംസാരിക്കുമ്പോൾ മോദിക്ക് അത്ര ഇംഗ്ലീഷ് വശമൊന്നുമില്ല, ഹിന്ദിയിലും അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ കണ്ടപ്പോൾ ചോദിച്ച്, ഞാൻ എൻ്റെ ഹിന്ദി ശരിയാവത്തില്ല കേട്ടോ, മേരാ ആംഗ്രേഷി കൈസാഹേ എന്ന് ചോദിച്ചു. ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. അതായത് മോദി ഘട്ടം ഘട്ടമായി ഇംഗ്ലീഷ് പഠിച്ച് അത്യാവശ്യം പ്രാവീണ്യം നേടിയിട്ട് ചോദിച്ചു, ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എന്ന്. ഈ മനുഷ്യൻ്റെ ഒരു സ്ഥിരോത്സാഹം, പഠിക്കാനുള്ള കഴിവ് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇംഗ്ലീഷ് കാര്യമായി അറിയാതില്ലായിരുന്ന ആൾ വളരെ സ്ഫുടമായി പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞാണ്. ഉണ്ണി ബാലകൃഷ്ണൻ അറിയാലോ, ഏറ്റവും വലിയ മോദി വിരുദ്ധതയുടെ സംസ്ഥാന സമ്മേളനമാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു റീൽ അടുത്ത കാലത്ത് വന്നിരുന്നു ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷം. അപ്പോൾ അവർക്ക് 2 പേർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇനി ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിൽ, ഇനി പുട്ടിന് ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിലോ, ഇത് പറയുന്നത് ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് മറ്റു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ട്. അപ്പോൾ 2 പേരും കൂടെ ഔറസ്ഥലത്തിരുന്ന് സംസാരിച്ചത് എന്താണ്? അപ്പോൾ ചില ഒരു തിയറി പറയുന്നത് ആ മോദിക്കെതിരെയുള്ള, മോദിയെ അട്ടിമറിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് റഷ്യൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ നേരിട്ട് മോദിക്ക് പുട്ടിൻ കൈമാറി എന്ന് പറയുന്നു. റഷ്യ കണ്ടെത്തിയ കാര്യം പുട്ടിന് കൈമാറി. നമ്മുടെ ഏജൻസി ടു ഏജൻസി വേണ്ട, നേരിട്ട് ഹെഡ് ടു ഹെഡ് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൈമാറി എന്ന് പറയും. എന്തായാലും അവർ 45 മിനിറ്റ് സംസാരിച്ചത് എന്താണെന്ന് ഒരു കാരണവശാലും നമ്മളാരും അറിയാൻ പോകുന്നില്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായിട്ട് തുടരും. ഇന്ത്യയും റഷ്യയും തമ്മിൽ, അല്ലെങ്കിൽ പുട്ടിനും മോദിയും തമ്മിൽ എന്താണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോദിക്കെതിരെ ഒരു കവർട്ട് ഓപ്പറേഷൻ നടത്താനായിട്ട് അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ് തീരുമാനിക്കുകയും അവർ ബംഗ്ലാദേശിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, നമ്മൾ ലോകത്തെ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു കലാപം നടന്നു, ശ്രീലങ്കയിൽ ഒരു വിദ്യാർത്ഥി കലാപം നടന്നു, അവിടുത്തെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം വരെ ആക്രമിച്ച് കയറി തീയിട്ടു, ബംഗ്ലാദേശിൽ നടന്നു, നേപ്പാളിൽ സമാനമായി നടക്കുന്നു. ഇന്ത്യയിൽ ഇത്തരം ഒരു സമരത്തിന് വേണ്ടിയുള്ള ശ്രമം ഇങ്ങനെ കുറേ കാലമായി നടക്കുന്നത്. ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വന്ന സമരത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ഇവിടെയും അത്തരം ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വോട്ടർ പട്ടികയുടെ പേരിൽ PDA1 ചാനലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്രയും വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് എന്തേ ജനങ്ങൾ തെരുവിലിറങ്ങാത്തത്? അപ്പോൾ എല്ലാവരും തെരുവിലിറങ്ങണം, കലാപം നടന്നു. 10,000 പേര് മതി. 10,000 പേര് നടന്നിട്ട് ഭയങ്കര വയലൻസ് അങ്ങ് നടത്തിക്കഴിഞ്ഞാൽ സർക്കാരിന്, സൈന്യത്തിന് വെടിവെക്കാതെ നിർത്തിയുള്ളൂ. വെടിവെക്കുമ്പോൾ കുറേ പേര് ചാവും. അപ്പം പിന്നെ രാജ്യവ്യാപകമായ പ്രശ്നം. ഇതൊരു എല്ലായിടത്തും നടത്തിക്കൊണ്ട അജണ്ടയാണ്. ഇത്തരം ഒരു അജണ്ട നടപ്പാക്കുക. ഇപ്പോൾ ശർമ്മ ഒലി നാട് വിട്ടുപോയി, എവിടെ പോയെന്ന് അറിയില്ല. ചൈനയ്ക്ക് പോയോ അതോ ഇന്ത്യയിൽ വന്നോ? ഇന്ത്യ അഭയം കൊടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്ത്യ ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാൻ, ആക്ഷൻ പ്ലാൻ വെച്ചുകൊണ്ടിരിക്കും. അമേരിക്ക ഒരിക്കലും ക്ഷമിക്കത്തില്ല. അമേരിക്കൻ സംവിധാനത്തെ, അമേരിക്കൻ ഭരണകൂടത്തെ, അമേരിക്കൻ പ്രസിഡന്റുമാരെ അവഗണിച്ചവരെ, അതിലേറെ ഡോളറിനെ തൊട്ട് കളിച്ചവരെ ഒരിക്കലും അമേരിക്ക പുറത്തിട്ടില്ല. അത് സൗദി അറേബ്യ ആണെങ്കിലും, ലിബിയ ആണെങ്കിലും, പിന്നെ ഇറാഖ് ആണെങ്കിലും ഡോളറിനെതിരെ കളിച്ചവരെയൊക്കെ അമേരിക്ക ശിക്ഷിച്ചിട്ടുണ്ട്. ഡോളറിനെതിരെ വലിയ തിരിച്ചടി കൊടുക്കുന്ന നീക്കങ്ങൾക്ക് ബ്രിക്സ് മാത്രമല്ല ഇന്ത്യ, അതിനകത്ത് റഷ്യ കയറി മാന്താൻ പറ്റില്ല, ചൈനയെ മാന്താൻ പറ്റില്ല. അപ്പോൾ താരതമ്യേന ഇന്ത്യയെ അത്ര എളുപ്പം മാന്താൻ പറ്റില്ല. എന്നാലും വേണമെങ്കിൽ ഒന്ന് മാന്താം. കാരണം ഞങ്ങൾ ഇന്ത്യ വരെ ചൊറിയും, നിന്നെ ചൊറിയാൻ റഷ്യയെയും ചൈനയും ചൊറിയാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള സൂചന എന്ന നിലയിൽ. മാത്രമല്ല, ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞാൽ ബാക്കി ഇടത്തരം രാജ്യങ്ങളൊക്കെ പിടിച്ചു പോകും. ബ്രസീൽ ഉൾപ്പെടെ ഈ ബ്രിക്സിൻ്റെ പിന്നിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് വലിയ ഭയമാവും. അതുകൊണ്ട് ഇന്ത്യയിലൊരു ഭരണമാറ്റം, റിജീം ചേഞ്ച് എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിലുണ്ട്. അത് വ്യക്തമാണ്. മോദി മാറിയാൽ
ഇവിടെ ഒരു കയോസ് ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പോളിസി പൊതുവിൽ ഒരു നയം അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഏതായാലും അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടൽ മുറിയിൽ 808 നമ്പർ മുറിയിൽ വെസ്റ്റിൻ ഹോട്ടലിൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ ടോറൻസ് അർവല്ലി ജാക്സൺ മരിച്ചു കിടന്നത്? എങ്ങനെ മരിച്ചു എന്നറിയില്ല, കാരണം ദേഹത്ത് തൊടാൻ പോലും ആരെ സംഭവിച്ചില്ല. ഒരു പക്ഷേ ഈ പരിപാടി പാളിപ്പോയി, ഇയാൾ ഒരു പിടിയിൽ രഹസ്യങ്ങൾ പുറത്തുപോയി എന്ന് വന്ന് അമേരിക്ക തന്നെ ഇയാളെ തീർത്തതായിരിക്കാമോ ഒരു സാധ്യത. അല്ല എങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്നത്, കാരണം ഇന്ത്യയുടെ കൂടെ ഇപ്പോൾ ചൈനയുണ്ട്, ചൈനയ്ക്കും ബംഗ്ലാദേശിൽ താല്പര്യമുണ്ട്, റഷ്യയുമുണ്ട്. ഇന്ത്യ തന്നെ കണ്ടെത്തിയിരുന്നു ടറൻസ് ആർവല്ലി ജാക്സൺ വന്ന കാര്യം. അതുകൊണ്ട് ഇയാളെ ഫിനിഷ് ചെയ്യാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചതാണോ? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഏതായാലും നമുക്ക് വിശ്വസിക്കാൻ എളുപ്പം ഇയാൾ അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് മേധാവി മരിച്ച നിലയിൽ കിടക്കുകയും ആ മരണം എങ്ങനെ നടന്നുവെന്ന് വിശദീകരിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലോകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരജ്ഞാതൻ ഓഗസ്റ്റ് 31 വെസ്റ്റിൻ ഹോട്ടലിലെ റൂം നമ്പർ 808 കയറിയിട്ടുണ്ടോ? അറിയില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ പഴയ പോലൊന്നുമല്ല. ഇന്ത്യ അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അമേരിക്ക പറയുന്നതാണ്. റോ വന്നിട്ട് അവിടെ ഒരു യാദവിൻ്റെ കഥയുണ്ടല്ലോ, FBI നോട്ടീസ് പറയും ഇയാൾ റോ ഏജൻ്റാണ്, ഇവിടെ കിട്ടാനുണ്ട്, ഞാൻ പന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചു, റോയുടെ ഓപ്പറേഷൻ അമേരിക്കയിൽ നടത്തുന്നു, കാനഡയിൽ പോയി നമ്മൾ വെടിവെച്ച് കൊന്നു, കാനഡ പറയുന്നു. റോ മൊസാദ് ചെയ്യുന്ന പോലെ CIA ചെയ്യുന്ന പോലെ മറ്റു രാജ്യങ്ങളിൽ പല ഓപ്പറേഷൻസ് നടന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ടറൻസ് ആർവല്ലി ജാക്സണിൻ്റെ മരണത്തിന് പിന്നിൽ ഒരു അജ്ഞാതരുണ്ടോ? അത് ഒരു പക്ഷേ ഒരുപാട് കാലം കഴിയുമ്പോൾ ആരുടെയെങ്കിലും ഒരു പുസ്തകത്തിൽ ഈ മരണത്തിന് പിന്നിലെ വെസ്റ്റിൻ ഹോട്ടൽ റൂം നമ്പർ 808 മരണത്തിന് പിന്നിലെ രഹസ്യം പുറത്തു വരുമായിരിക്കും. അതുവരെ നമുക്ക് ഒരു ദുരൂഹമായ കഥ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചുമ്മാ തള്ളി മറിക്കല്ലേ എന്ന് കമൻ്റ് ഇടാൻ വരുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ജിയോ പൊളിറ്റിക്സിൽ യാദൃശ്ചികത എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം പ്ലാൻഡാണ്. അപ്പോൾ മോദി വരാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വൈകി 10 മിനിറ്റ് പുടിൻ കാത്തിരുന്നു. യാദൃശ്ചികമൊന്നുമില്ല, അത് പ്ലാൻഡാണ്. കാത്തിരിക്കുക എന്നുള്ള പ്ലാന്റാണ്. ഇനി ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുന്നു. നമ്മൾക്ക് വണ്ടിക്കകത്തിരിക്കില്ല, അത് കൊള്ളാലോ, നല്ല വണ്ടിയാണല്ലോ, നല്ല സുഖമുണ്ടല്ലോ, എന്നാളിയാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നില്ല. അത് പ്രീ പ്ലാൻഡ് ആണ്. കോയിൻസിഡൻസ് എന്ന് പറയുന്നൊരു സാധനം ജിയോ പൊളിറ്റിക്സിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ജിയോ പൊളിറ്റിക്സിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. അത് ഒരു ഇൻ്റർനാഷണൽ തെറിയ. 1 ഓപ്പറേഷൻസ്, 2 ന്യൂട്രലൈസേഷൻ. 1 പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, 2 ഫിനിഷ് ചെയ്യുക. അപ്പോൾ അത് ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയ്ക്കും ഈ നയമാണ്, റഷ്യയ്ക്കും ഈ നയമാണ്, ചൈനയ്ക്കും ഈ നയമാണ്, ഇന്ത്യക്കും ഈ നയമാണ്. 1 പ്ലാൻ ചെയ്യും, ഓപ്പറേഷൻസ് നടത്തും. 2 നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക, അതും ചെയ്യും. അപ്പോൾ കിരാന ഹിൽസിൽ കയറി നമ്മുടെ ബ്രഹ്മോസ് അടിച്ചപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും കൊണ്ടതാർക്കാണ്? അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസാണ് മണ്ണിലടിയിലായി പോയത്. ഉപയോഗിക്കാൻ പറ്റാതെ മണ്ണിലടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത് അമേരിക്കയ്ക്ക് വന്നു. നൂർഹാൻ എയർബേസ് നമ്മൾ അടിച്ചപ്പോൾ അമേരിക്കയ്ക്കാണ് കൊണ്ടത്. അമേരിക്കയുടെ എത്ര F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഹാങ്ങറിൽ കിടന്ന് നശിച്ചു പോയി എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. എത്ര അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയില്ല, അമേരിക്കയ്ക്ക് നിന്നു. അപ്പോൾ ഈ വെസ്റ്റിൻ ഹോട്ടലിലെ റൂം നമ്പർ 808 അവരുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് മേധാവി മരിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഒരു അജ്ഞാതനാണെങ്കിൽ, അപ്പോഴും പരിക്ക് പറ്റുന്നത് അമേരിക്കയ്ക്കാണ്, നോവുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് അമേരിക്ക വെറുതെ ഇരിക്കത്തില്ല. പക്ഷേ നമുക്കും എന്ത് ചെയ്യണമെന്നറിയാം. നമുക്കും അറിയാം ജിയോ പൊളിറ്റിക്സിൽ 2 കാര്യങ്ങളേ ഉള്ളൂ, ഓപ്പറേഷൻസ്, ന്യൂട്രലൈസേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.